sa ma kun samakun samakun si de lun sidilun സിദ് ദാലാണ് കൂട്ടിയത് മേലേക്കല്ലേ എഴുതാ സിദിലുൻ സു ദു സുൻ സുദുസുൻ സുദുസുൻ ഇസ് മുൻ ismun ismun da sa mun dasamun dasamun bas bas mun basmun basmun നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങളും ഇവിടെ താഴെ എഴുതിയിട്ടുണ്ടല്ലോ. അലിഫ് മീം ദാൽ ബ ലാം ഹാ കാഫ് സീൻ. ഈ അക്ഷരങ്ങളെ കൊണ്ട് മാത്രമാണ് മേലുള്ളത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് വായിക്കാൻ കിട്ടുമെന്ന് പറയാൻ പാടില്ല. ഒക്കെ ഓരോന്നും ഇങ്ങനെ നോക്കിയിട്ട് ആദ്യത്തെ എന്താണ് അതിന് ഫത്തഹാണോ കസ്റാണോ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി ഇങ്ങനെ ചേർത്ത് വായിക്കണം. ഇൻഷാ അല്ലാഹ് ഇതാണ് നമുക്ക് നാളെ എഴുതാനുള്ളത്. അപ്പൊ ഇത് എഴുതേണ്ട രൂപമാണ് ഇനി കാണിച്ചു തരുന്നത്. ശരിക്കും നോക്കണം കേട്ടോ. ഈ വാക്കുകളും ഇതുവരെ നമ്മൾ പഠിച്ച ഈ അക്ഷരങ്ങളാണ് എഴുതാനുള്ളത്. കുറേ വട്ടൊന്നും എഴുതണ്ട. നിങ്ങൾ എഴുതുന്നത് എന്ത് ചെയ്യുക, പറഞ്ഞ് എഴുതുക. അപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങളൊരു 3 വട്ടം ഒരട്ട പുസ്തകം എഴുതി തന്നില്ലേ നോട്ടുക്കില്, ഇനി ഒരു 3 വട്ടങ്ങൾ എഴുതാം. അപ്പൊ 4 വട്ടമാകും. ഒരട്ട പുസ്തകം നോട്ട്ബുക്കിൽ എഴുതുന്നതോടും ഇനി ഇതിന്റെ അടിയിൽ ഒരു 3 വട്ടങ്ങൾ എഴുതുക. ഇതിന്റെ അടിക്ക് 3 വട്ടം എഴുതുക. പ്രയാസമാണെങ്കിൽ 2 വട്ടം എഴുതിയാലും കുഴപ്പമില്ല. ഇനി സ്കൂളത്ത് കുറേ വള്ളം ചെയ്തിട്ടുണ്ടാവും, മദ്രസത്തും കുറേ തന്നു പറയണ്ട, കുറച്ച് എഴുതിയാൽ മതി. എഴുതണമെന്ന് പറഞ്ഞു എഴുതണം, എന്നാലും എനിക്ക് വായിച്ചു തരാൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇത് എഴുതുന്നത് എന്നാണ് ഉസ്താദ് കാണിച്ചു തന്നെ കേട്ടോ. എങ്ങനെയും എഴുതി വരാൻ പാടില്ല, പറഞ്ഞു എഴുതണം. നോക്കി, സമക്കുൻ എന്നാണ് ആദ്യം ഉസ്താദ് എഴുതുന്നത്. സമക്കുൻ എഴുതുമ്പോ 3 അക്ഷരം ഒട്ടിയാ നിൽക്കണത്. അപ്പൊ ആ ഒട്ടി നിൽക്കണ 3 അക്ഷരം ആദ്യം എഴുതാം. ആദ്യം തന്നെ 10 ഒന്നും ഇട്ടെടുക്കണ്ട. ആദ്യം ഒട്ടി നിൽക്കണ 3 അക്ഷരം നോക്കിട്ടാ. ആദ്യം ഇങ്ങനെ ഇടുക. എന്നിട്ട് സ മ കുൻ സമകുൻ ഇങ്ങനെ പറഞ്ഞ് എഴുതി നോക്കി. നിങ്ങൾക്ക് എന്താ എഴുതാൻ കിട്ടും, വായിക്കാനും കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അറിയോ, സീന് എത്ര കൊട്ടുണ്ട്? എത്ര കൊട്ടുണ്ട്? 2 ചെറിയ കൊട്ടിയും ഒരു വലിയ കൊട്ടിയുണ്ട്. ഒറ്റക്ക് എഴുതുമ്പോ അങ്ങനെ എഴുതാം. എങ്ങനെ നോക്കി, ഒറ്റക്ക് നിൽക്കുന്ന അക്ഷരം നോക്കി, 2 ചെറിയ കൊട്ടിയും ഒരു വലിയ കൊട്ടിങ്ങൾക്ക് ശരിക്ക് കാണാം. എന്നാ കൂട്ടി എഴുതുമ്പോ ഈ കൊട്ട കാണുമോ? ഇല്ല. പകരം എന്താ കാണുക? ഒരു വര പറഞ്ഞാല് ആ 3ാമത്തെ കൊട്ട കുറച്ച് നീളം ഉണ്ടാവും, അടിക്ക് ഇറങ്ങാൻ പാടില്ല. നോക്കിയപ്പോ സമക്കുന്ന് എഴുതിയപ്പോ നോക്കി, ഒന്നുകൂടി നോക്കി, സമക്കുന്ന് എഴുതി വേണ്ട, 2 ചെറുതിടുക. ഇനി 3ാമത്തെ അയിമ കൂടി തന്നെ മീമ് കൂട്ടി എഴുതാനുള്ള, അപ്പൊ കുറച്ച് ഇങ്ങോട്ട് വലുതാക്കുക. കണ്ടോ? എന്നിട്ട് മീമായി കൂടി തന്നെ. അപ്പൊ 3 ഒരേ മാതിരി ഇടില്ല, കുറച്ച് 3ാമത്തെ കുറച്ച് നീള. ഓക്കെ, ചെയ്യോ? എങ്ങനെ ചെയ്യാം? സ എന്ന് എഴുതുമ്പോ 2 ചെറുത് എഴുതുക, 3ാമത്തെ കുറച്ച് വലുത്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരട്ടോ. നോക്കി, 2 ചെറുതിട്ടു, 3ാമത്തെ കുറച്ച് വലുത്. അങ്ങനെ എഴുതൂലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ സമക്കുൻ കഴിഞ്ഞു. ഇനി സിദിലൊന്ന് എഴുതുമ്പോ നോക്കി, സിദിലൊന്ന് എഴുതുമ്പോ 1 2 3 4 കൂടി തന്നെ എഴുതണം. എന്നിട്ട്
സി ദ ലാം ഒറ്റക്കല്ലേ നിൽക്കണത്, അതിനൊറ്റക്ക് എഴുതിയാൽ മതി. ലുൻ സിദിലുൻ സിദിലുൻ. ഇവിടെയും കൊട്ട മൂന്നാമത്തെ നീളം കൂടി കൊണ്ടാ. ഇനി സുദുസ് എഴുതുന്നുണ്ട് കേട്ടോ. സുദുസ് ഏത് നോക്കി, 1 2 മൂന്നാമത്തെ കൊട്ട വലുത്, അയിമ കൂടി തന്നെ 4 കണ്ടോ. സോ ദു എന്നിട്ട് ഒറ്റക്ക് നിൽക്കുന്ന സീനാണ്. അപ്പൊ ആ കൊട്ട താഴത്തേക്ക് വരണം. സുദുസുൻ സുദുസുൻ. ഇനി ഇസ്മുൻ എന്ന് എഴുതട്ടോ. ഇസ്മുൻ ഈ ഒറ്റക്ക നിൽക്കണത്, അപ്പൊ അതിനൊറ്റക്ക് എഴുതുക. ഈ ഇസ്മുൻ ചേർത്താ നിൽക്കണത്. അപ്പോ ഉണ്ടാവും 1 2 മൂന്നാമത്തെ, എന്നിട്ട് അയിമ കൂടി തന്നെ മീമ്. മുൻ ഇസ്മുൻ ഇസ്മുൻ. ഇനി ദസമുന്നാണ്. ദസമുൻ ഏത് എങ്ങനെയാണ്, ദാ ഒറ്റക്കല്ലേ, അപ്പൊ ദാ നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റക്ക് ചെയ്ത്. ഈ സമുൻ കൂട്ടിയാ നിൽക്കണത്, അപ്പൊ എന്ത് ചെയ്യണം, 1 2 മൂന്നാമത്തെ കൊട്ട കുറച്ച് വലുത്, എന്നിട്ട് അയിമ കൂടി തന്നെ മീമ്. സ മുൻ ദസമുൻ ദസമുൻ. ഇനി ബസ്മുൻ, അത് 3 ചേർന്നാ നിൽക്കണത്. ബസ്മുൻ എഴുതുമ്പോ 3 ചേർന്ന. അപ്പൊ നോക്കി, ആദ്യം നമ്മൾ ബാന്റെ കൊട്ട കുറച്ച് വലുത്, പിന്നെ സീന്റെ 2 ചെറിയ കൊട്ട, പിന്നെ വലിയ കൊട്ട, പിന്നെ അയിമ കൂടി തന്നെ മീമ്. ബ മുൻ ബസ്മുൻ ബസ്മുൻ ദസമുൻ ബസ്മുൻ. ഇങ്ങനെ എഴുതി പഠിക്കണം ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ എഴുതൂലേ. ഇനി ഇതിന്റെ താഴെ നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ മുഴുവൻ. അലിഫ് മീം ദാൽ ബ ലാം ഹ കാഫ് സീൻ. അടുത്ത് നമുക്ക് എഴുതാനുള്ളത് അതാട്ടോ. നോക്കി പറഞ്ഞു തരേ. അലിഫ് മീം ദാൽ ബ ലാം ഹ കാഫ് സീൻ. ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നാളെ നിങ്ങൾ ഇതിലേക്ക് വായിച്ചു തരൂലേ. വായിച്ചെന്നാൽ തെറ്റില്ലാതെ വായിച്ചെന്നാൽ ഇൻഷാ അല്ലാഹ് 3 സ്റ്റാർ തരും. തെറ്റിച്ച് വായിച്ചാൽ സ്റ്റാർ തരൂല. അപ്പൊ ഇത് വീട്ടിൽ നിന്ന് വായിച്ച് പഠിച്ചു വരണം കേട്ടോ. ഇൻഷാ അല്ലാഹ്.